ഹലോ ഡിയർ ലോ ആസ്പിറൻസ് ലോ മിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുന്നേ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കണ്ടതാണ്, നിങ്ങളുമായി സംസാരിച്ചതാണ്. നമ്മൾ AMUവിൻ്റെ ലീഗൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ AMUവിൽ ഞാൻ അന്നേ പറഞ്ഞതാണ്, AMUവിൽ ഇംഗ്ലീഷ് ഒരു ഗെയിം ചേഞ്ചർ ആണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോമ്പണൻറ്റ്, ഇംഗ്ലീഷ് എന്ന കോമ്പണൻറ്റിൽ മുൻ വർഷ പേപ്പറുകളിൽ വന്ന ഒരു ചോദ്യത്തിൻ്റെ ഡിസ്കഷനാണ് ഞാനിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലോ മിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒരുപാട് ഗുണകരമായിട്ടുള്ള കണ്ടന്റുകൾ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, ലോമിനൻസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലെ ഹാൻഡിൽ ഷെയർ ചെയ്യാറുണ്ട്. അത് ലഭിക്കുന്നതിനായി ഞങ്ങളെ ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു മുൻ വർഷത്തെ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. നമ്മൾ മുന്നേ ലീഗലിൽ നടത്തിയ പോലെ തന്നെ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ആന്റോണിം ഓഫ് പാർസിമോണിയസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റോണിം ഓഫ് പാർസിമോണിയസ്: ജനറസ്, സെൽഫിഷ്, റിലീജിയസ്, ഹെറിഡിറ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റോണിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്? ദ കറക്റ്റ് ആൻസർ ഇസ് ജനറസ്. ജനറസ് എന്നുള്ളതാണ് പാർസിമോണിയസ് എന്നുള്ളതിൻ്റെ ആന്റോണിമായിട്ട് വരുന്നത്. പാർസിമോണിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? ആരെയും അടുപ്പിക്കാത്ത, ചേർന്ന് നിൽക്കാത്ത, അതായത് വിശാലമായിട്ടുള്ളൊരു ഹൃദയമില്ലാത്ത, അങ്ങനെയൊക്കെയുള്ള കേസിലൊക്കെ നമ്മൾ പാർസിമോണിയസ് പേഴ്സൺ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരോടും ഭയങ്കര അടുപ്പം, എല്ലാവരോടും ഭയങ്കര സ്നേഹം, അങ്ങനെയുള്ള ആളുകളെയാണ് ജനറസ് പേഴ്സൺ എന്ന് പറയാം കേട്ടോ. ദ ഫ്രേസ് സോർ ഇൻ ദ ഐ മീൻസ്, ദ ഫ്രേസ് സോർ ഇൻ ദ ഐ, ഓപ്ഷൻസ് വരുന്നത്: someone harshly detested, someone never detested at all, a wound in the eye because of sharpnel, none of this എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഇസ് someone harshly detested. സോർ ഇൻ ദ ഐ, അതായത് നമ്മൾ കണ്ണിലെ കരട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പഠിച്ചാൽ കുറേ കൂടി ഇത് ഓർമ്മയിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. someone harshly detested ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ആന്റോണിം ഓഫ് എക്സോണറേറ്റ്, എക്സോണറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ വിടുക, തുറന്നു വിടുക. അപ്പോൾ അതിൻ്റെ ആന്റോണിം, ഓപ്പോസിറ്റ് എന്തായിരിക്കും? റിജക്റ്റ്, കോൺട്രാക്ട്, അക്യൂസ്, അഡ്മിറ്റ്. ദ റൈറ്റ് ആൻസർ വിൽ ബി അക്യൂസ്. എന്തുകൊണ്ടാണ്? അക്യൂസ് ചെയ്യുക പറഞ്ഞാൽ അയാളെ വീണ്ടും പ്രതിയാക്കുക. എക്സോണറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുറന്നു വിടുക. അക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതി ചേർക്കുക. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഇസ് ആന്റോണിം ഓഫ് എക്സോണറേറ്റ് ഈസ് അക്യൂസ് എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഈ ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ തന്നെ നിങ്ങളോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ AMUവിലൊരു പ്രത്യേകത, AMUവിൽ ഈ വാക്കുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഗ്രാമറിലേക്ക് ഒരുപാട് നിങ്ങളെ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കുന്നതിലപ്പുറത്തേക്ക് ആന്റോണിം, സിനോണിം, കൺഫ്യൂസ്ഡ് വേർഡ്സ് ഒക്കെ സ്ഥിരമായി വരുന്ന ഒരു പേപ്പറാണ് AMU. ഞാൻ മറ്റ് പേപ്പറുകളിൽ അത്ര അളവിൽ കൺഫ്യൂസ്ഡ് വേർഡ്സ് കണ്ടിട്ടില്ല. അപ്പോൾ കൺഫ്യൂസ്ഡ് വേർഡ്സിന് ഇപ്പോൾ എക്സ്പെക്റ്റ്, എക്സെപ്റ്റ്, ഇല്ലിസിറ്റ്, എലിസിറ്റ്, ഇതൊക്കെ കൺഫ്യൂസ്ഡ് വേർഡ്സാണ്. ഇതിൻ്റെ മാത്രം ഒരു സെറ്റുകൾ, ഇപ്പോൾ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി AMUവിന് മുന്നേ ഈ കുട്ടികൾക്ക് ഈ വാക്ക് പഠിപ്പിച്ചിട്ടാണ് വിടുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരുവിധം വരുന്ന എല്ലാ സാധനങ്ങളും ഇവർ അറിയും, പഠിക്കും. അപ്പോൾ എക്സാമിന് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കൺഫ്യൂസ്ഡ് വേർഡ്സ് എന്നുള്ള ഒരു ഏരിയ ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ AMUവിന് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പേപ്പറിൻ്റെ ഡിസ്കഷനിലും നിങ്ങൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ കാണും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സിനോണിം ഓഫ് പ്ലെബിസൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലെബിസൈറ്റിൻ്റെ സിനോണിം അല്ലാത്തത്. ഈ പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, വോട്ട് ചെയ്യലാണല്ലോ. ഒരു പബ്ലിക് റൗണ്ട് കോൺഫറൻസിൽ വോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ വാക്ക്. അപ്പോൾ പോളിങ്ങും വോട്ടിങ്ങും റെഫറൻഡും ഏകദേശം അതിനോട് സിമിലറായിട്ട്, സിനോണിമസ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ റെഫറൻസ് അങ്ങനെയല്ല. റെഫറൻസ് ഇസ് എ ഡിഫറെൻറ്റ് വേർഡ്. അപ്പോൾ റെഫറൻസ് ഒരിക്കലും പ്ലെബിസൈറ്റിൻ്റെ എന്തല്ല? സിനോണിമായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല. എ പേഴ്സൺ ഹൂ ഈറ്റ്സ് ടു മച്ച് ഇസ് കോൾഡ് ആസ്, ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക എന്നാണ് പറയുക? തീറ്റപ്പണ്ടാരം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. ഗ്ലറ്റൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗ്ലറ്റൻ എന്നാണ് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ പറയുക. നിബ്ലർ, കാനിബൽ, ഒംനിവർ. കാനിബലും ഒംനിവറും എനിക്ക് തോന്നുന്നില്ല ഒരു ഡിസ്കഷൻ ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. നിബ്ലർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിബ്ലറൊക്കെ ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളൊരു വാക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ദ എബിലിറ്റി ടു ഷെയർ അതേഴ്സ് ഇമോഷൻ ഇസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻറിച്ച്മെൻ്റ് ഉണ്ട്, സിമ്പതി ഉണ്ട്, എംപതി ഉണ്ട്, എക്സ്പാറ്റിയേറ്റ് ഉണ്ട്. എക്സ്പാറ്റിയേറ്റും എൻറിച്ച്മെൻറ്റും എന്തായാലും വരില്ല. സിമ്പതിയിലും എംപതിയിലുമാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇമോഷൻസിനെ ഷെയർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. അത് എംപതിയാണ്. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കാണുന്നു, സങ്കടപ്പെടുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എംപതി മറ്റേതിലേക്ക് ഒന്നും കൂടി ചേർന്ന് വരുന്നതാണ്, ആഴത്തിലേക്ക് അതിലേക്ക് പോകുന്നതിനെയാണ്. അപ്പോൾ എംപതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇമോഷനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഈസ് കോൾഡ് എസ് എംപതി എന്നാണ് പറയുക കേട്ടോ. മനസ്സിലാക്കാതെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇഡിയം. എ റോളിംഗ് സ്റ്റോൾ
എ റോളിംഗ് സ്റ്റോൺ ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഇഡിയത്തിനെ തന്നെ മുറിച്ചിട്ട് തരികയാണ്. അങ്ങനെ ഒരുപാട് ഇഡിയംസ് ഉണ്ട്, വലിയ ലെങ്തി ആയിട്ടുള്ള ഇഡിയംസ്. ഇപ്പം പിന്നെ നമ്മൾ പോലും ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറഞ്ഞൊരു ഇഡിയം ഉണ്ട്. അപ്പോൾ ലീവ് നോ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് തന്നിട്ട് അവിടെ എന്താ വരിക എന്നുള്ള പോലെയാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എ റോളിംഗ് സ്റ്റോൺ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോൾസ് ഫ്രം ഹൈറ്റ്, ഗ്യാദേഴ്സ് നോ മോസ്, കംസ് ടു എ സ്റ്റോപ്പ്, എൻകൗണ്ടേഴ്സ് ഫ്രിക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഗ്യാദേഴ്സ് നോ മോസ് എന്നുള്ള അർത്ഥമാണ്. എന്താ ഈ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ് എന്ന് പറയുന്നത്? കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കങ്കാരു കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് തോന്നും ഇത് ലീഗലിലെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അല്ല, ഇത് ഇംഗ്ലീഷിൽ തന്നെ കണക്കാക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കങ്കാരു കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അൺഒഫീഷ്യൽ കോടതി സിസ്റ്റത്തിനെയാണ് നമ്മൾ കങ്കാരു കോട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയ തട്ടിക്കൂട്ടിയ സംവിധാനം എന്നൊക്കെ പറയുമല്ലോ, അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ കങ്കാരു കോട്ട് എന്ന് പറയുക. Only if business continues to expand can it dash enough new jobs to make up for those that will be dashed by automation. എന്നിട്ട് ഓപ്ഷൻസ് തന്നിരിക്കുകയാണ്. പ്രൊഡ്യൂസ് റിക്വയർഡ്, ഇൻവെന്റ് ഇൻട്രൊഡ്യൂസ്ഡ്, ക്രിയേറ്റ് എലിമിനേറ്റഡ്, റിപ്പീൽ റെഡ്യൂസ്ഡ്. ഇത്തരം ക്വസ്റ്റ്യനുകളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൺഫ്യൂസ്ഡ് ആണ്, വാക്കുകൾ ഇങ്ങനെ വെച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് AMUവിൻ്റെ പേപ്പറിൽ സ്ഥിരമായി കാണാറുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അടക്കം പേപ്പറിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായി പഠിച്ചു പോകാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു നല്ല വഴിയായിട്ട് വരുന്നത്. ഇവിടെ എന്തായിരിക്കും വരിക? ഓൺലി ഇഫ് ബിസിനസ് കണ്ടിന്യൂസ് ടു എക്സ്പാൻഡ് ക്യാൻ ഇറ്റ് ഡാഷ് ഇനഫ് ന്യൂ ജോബ്സ് ടു മേക്ക് അപ്പ് ഫോർ ദോസ്. ഇവിടെ കറക്റ്റായിട്ട് വരാൻ സാധ്യതയുള്ളത് ക്രിയേറ്റ് ആണ്, അല്ലേ? ഓൺലി ബിസിനസ് കണ്ടിന്യൂസ് ടു എക്സ്പാൻഡ് ക്യാൻ ഇറ്റ് ക്രിയേറ്റ് ഇനഫ് ന്യൂ ജോബ്സ്, പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ടു മേക്ക് അപ്പ് ഫോർ ദോസ് ദാറ്റ് വിൽ ബി എലിമിനേറ്റഡ് ബൈ ഓട്ടോമേഷൻ വഴി എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ആൻഡ് എലിമിനേറ്റഡ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. മറ്റു ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂ റെഗുലേഷൻസ് ഹാവ് കം ഇൻ ടു ഫോഴ്സ് റിഗാർഡിംഗ് ഡേഞ്ചറസ് കെമിക്കൽസ് ഡാഷ് ഹാവ് ബീൻ നോട്ടിഫൈഡ് അബൌട്ട് ദിസ്. കമ്പനീസ് കൺസേൺ എന്നാണ് ഞാൻ പറഞ്ഞത്. കൺസേൺഡ് കമ്പനീസ്, കമ്പനീസ് കൺസേൺഡ്. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? കമ്പനീസ് കൺസേൺഡ് ഹാവ് ബീൻ നോട്ടിഫൈഡ് അബൌട്ട് ഇറ്റ്. ഇതുമായി കൺസേൺ ആയി നിൽക്കുന്ന കമ്പനീസിന് ഈ വിവരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ വരിക. ദ ആൻറ്റണിം ഓഫ് ഫെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റണിം ഓഫ് ഫെറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫെറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്ന് പറഞ്ഞാൽ തുറന്നു വിടുക. ലിബറേറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ലിബറേറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിൽ ആ പേപ്പറുകളിൽ നിന്നെടുത്തുള്ള ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ലീഗലോ മറ്റ് കോമ്പണൻസോ ഒന്നും അല്ല വലിയൊരു ഗെയിം ചേഞ്ചറായിട്ട് AMUവിൽ വരാറുള്ളത്. അത് ഇംഗ്ലീഷ് തന്നെയാണ്. ലീഗലൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സാമാന്യ നിലയ്ക്ക് പത്രമൊക്കെ വായിക്കുന്ന നല്ലൊരു, പിന്നെ ഇപ്പോൾ ജോബ് സെക്യൂരിറ്റി ഒരു ഗൈഡ് പോലത്തെ ഒരു ഗൈഡൊക്കെ വെച്ച് പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ലീഗലൊരു വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് അത് നല്ല പ്രാക്ടീസ് തന്നെ വേണം. ആ പ്രാക്ടീസിന് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു പ്രിപ്പറേഷനും നടത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിന്നും വരുന്ന ചോദ്യങ്ങളുടെ ഒരു സെറ്റാണ്. അവിടെ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് വേർഡ്സും അതുപോലെയുള്ള വേർഡുമായി ബന്ധപ്പെട്ട ഏരിയയിലുള്ള ഒരു ഡിസ്കഷനാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റുകൾ നമുക്ക് കിട്ടി കൂടുതൽ വീഡിയോകൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ നിങ്ങളെ കാണാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുവരേക്കും താങ്ക് യു.